ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നാറ്റ 2024 രണ്ടാമത്തെ ആഴ്ചയുടെ എക്സാം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പാറ്റേണെ പറ്റി നോക്കുകയാണെങ്കിൽ സെയിം ആസ് ഫസ്റ്റ് വീക്ക് പാറ്റേൺ തന്നെയാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വീക്കിലത്തെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഡ്രോയിങ് ക്വസ്റ്റ്യൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും 2 ക്വസ്റ്റ്യൻ സ്കെച്ച് ചെയ്യാനുള്ളതും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വീക്കിലത്തെ ആ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കി പോയ കുട്ടികൾക്ക് കുറച്ചുകൂടി ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസുകളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ബ്ലഡ് റിലേഷൻ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സൺ പാത്ത് ആൻഡ് വെതർ, ആർക്കിടെക്ചർ, ടെക്നോളജി, ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരേ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വർക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ക്ലോക്ക് ചോദിക്കുന്നു, കലണ്ടർ ചോദിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ദ മെറ്റീരിയൽ എന്നുള്ളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു, ഈ ആഴ്ചയിലുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് മോസ്റ്റ് സർഫസ് ഓഫ് താജ്മഹൽ ഈസ് നോൺ ആസ് വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഈസ് യൂസ് ടു കീപ് വോൾ കൂൾ. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ ടെർമിനോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒക്കെ തന്നെ ഈ ആഴ്ചയിലുണ്ടായിരുന്നു. അപ്പോൾ സ്കോർസ് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഹയസ്റ്റ് സ്കോർ വന്നത് 90 ആണ് ഇഗ്നൈറ്റ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. ഈ ആഴ്ചത്തെ ഹയസ്റ്റ് സ്കോർ 94 ആണ്. അപ്പോൾ ചെറിയൊരു സ്പൈക്ക് വന്നേക്കാണ്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും സ്കോർ ഒരു 85-95ൻ്റെ ഇടയിലാണ് ജനറലായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ആർക്കിടെക്ചർ ഒരു മെയിൻ ഫീൽഡായി നോക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് നമുക്കൊരുപാട് സമയം ഇനിയും നാറ്റ് എഴുതാനായിട്ടുണ്ട്. 3 ചാൻസ് എഴുതിയിട്ട് അതിൽ ഹയസ്റ്റ് സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസുകൾക്ക് ഒരു കോച്ചിങ്ങോട് കൂടി എഴുതണമെങ്കിൽ നല്ലൊരു സ്കോറ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നാറ്റയെ സംബന്ധിച്ചിട്ട് JEE-BRക്കൊക്കെ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു ഷോർട്ട് ടൈം പോരാ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.